കഴിഞ്ഞില്ലടോ നാരായണ എന്റെ തേക്കിലും മിനുക്കലും. അങ്ങനെ അങ്ങ് തീർത്താൽ എങ്ങനെയാ സാഹിബേ? നാളെ ഇവൻ ഇക്കടലിൽ നീന്തി അക്കരെ ചെല്ലുമ്പോ അവിടെയുള്ള ഷെയ്ഖുമാരും സായിപ്പുമാരും ബരലി ചൂണ്ടി പറയരുതല്ല മോശമായി പോയിന്ന്. അത് പറയിപ്പിക്കാനാണെങ്കിൽ അക്കൂട്ടരൊക്കെ ഇക്കണ്ട കാലം അത്രയും ഉരുവുണ്ടാക്കാനുള്ള കരാറ് പണി ഈ അഹമ്മദ് സാഹിബിനെ തന്നെ ഏൽപ്പിക്കൂലല്ലോ. പിന്നെന്തുകൊണ്ടാ ഏൽപ്പിച്ചത്? നല്ല അസല് ബറാമി കുടുംബത്തിൽ ഉണ്ടായവനാ ഈ ഖാലിദ് അഹമ്മദ് സാഹിബ്. ഈ ബറാമികൾ എന്ന് പറഞ്ഞ 100-200 കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വന്തം കരവിരുതും അധ്വാനവും കൊണ്ട് മരക്കപ്പലുകൾ പണിത് അതില് കയറി ഇക്കരയ്ക്ക് കച്ചവടത്തിന് വന്ന നല്ല 1-ാം നമ്പർ അറബി ഗോത്രത്തിലുണ്ടായവരാ. ഈ തൊറേന്നിറങ്ങണ ഏറ്റവും വലിയ ഉരു അത് നാളത്തെ പെരുന്നാൾ നിസ്കാരം കൂടി കഴിഞ്ഞ് കടലിലിറക്കാൻ തുടങ്ങുക. അതിന്റെ ഒരു ബർക്കത്ത് ഈ ഭൂലോകത്തുള്ള വേറെ ഏതൊരു ബറാമിക്ക് കിട്ടും എന്റെ മേസ്തിരിയെ? പിന്നല്ലാതെ കിട്ടും, ബർക്കത്ത് കിട്ടും. പക്ഷെ ഈ ബറാമിക്കല്ല, ഈ കരുണാകരൻ തമ്പിക്ക്. വരുന്ന ഞാറ്റുവേലയ്ക്ക് കടലിലിറക്കണമെന്ന് വെച്ച എന്റെ ഉരു ഞാൻ നാളെ തന്നെ കടലിലിറക്കാൻ പോവാ. ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് പെരുന്നാളും നല്ല ദിവസമാണെന്നാണ് എന്റെ കണിയാൻ എന്നോട് പറഞ്ഞത്. സാഹിബേ, നിന്റെ ഉരു ഇറക്കാൻ തുടങ്ങുന്ന മുഹൂർത്തം പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ടല്ലേ? ആ നിസ്കാരം 9:30 മണിക്കെന്നാണ് അപ്പുറത്തെ പള്ളി എന്ന് പറഞ്ഞത്. ആ നേരം ആവുമ്പോഴത്തേക്കും കരുണാകരൻ തമ്പിയുടെ ഉരു പുറംകടലിൽ എത്തിയിരിക്കും. അതൊന്ന് അറിയിക്കാൻ വന്നതാണേ ഞാൻ. വാടാ അവന്റെ വാപ്പാടെ ഉരു. കരുണാകര, എന്തോ? അത് അപ്പുറത്തെ പള്ളിയില്. ഇപ്പുറത്തെ പള്ളിയില് രാവിലെ 7:15 പെരുന്നാള് നമസ്കാരം നടക്കും. നടത്തിക്കും ഈ ഖാലിദ് അഹമ്മദ് സാഹിബ്. കരുണാകര, പണ്ട് എന്റെ ഉരു ഉണ്ടാക്കുന്ന ആലയില് പരഗതിയില്ലാതെ കേറി വന്ന നിന്നെ ഒരു കൂടപ്പിറപ്പിനെ പോലെ കൂടെ നിർത്തിയപ്പോ ആ തഞ്ചത്തിൽ ചതിയിലൂടെ എന്റെ കൈപുണ്യവും കരവിരുന്നും സ്വന്തമാക്കി ഉരു പണിയാൻ തുടങ്ങിയവനാ നീ. അത് പോരാ കരുണാകര. ഉരു ഉണ്ടാക്കുന്ന കരാറ് പണിയിലെ ഈ ബറാമി ആയിട്ടുള്ള എന്നോട് ജയിക്കാൻ ഈയൊക്കെ വേറെ ജനിക്കണം. ഒന്നല്ല, ഒരുപാട് വട്ടം. ഓടാ. നടക്കില്ല. 400 വട്ടമാണേട്ട് പറയുക. അവൻ ഉണ്ടാക്കിയ ഉരുവിന്റെ മേനിയിൽ ഉപ്പുവെള്ളം പതിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ സകലമാന ദൈവങ്ങളെ, അതിന് തമ്പിക്കൊരു വഴി കാട്ടണേ. വഴി ഞാൻ പറയാം. ആരടാ? അച്ഛാ, വഴി വല്ലതും ഉണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഓ പിന്നെ വഴികാട്ടി ആ ഖാലിദ് അഹമ്മദ് നായിന്റെ മോന്റെ മോൻ ഹറാം പറഞ്ഞ അലിയോട് ഇന്നലെ സ്കൂളിൽ നിന്ന് വാങ്ങിയ തല്ലിന്റെ പാട് അന്റെ നെറ്റിന്ന് വാങ്ങിട്ടില്ല. എന്നിട്ട് അവനാ എനിക്ക് വഴി പറഞ്ഞു തരാൻ പോകുന്നത്. ഒന്ന് പോടാ ചെക്ക അവിടുന്ന്. നീലേണ്ട വാ. സുന്ദരൻകുട്ടി ഒന്ന് പറയ്, എന്തിനാ അപ്പൊ നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്? ഇന്ന് പെരുന്നാൾ രാവാ, തല്ലും പിടിക്കല്ല. ചങ്ങാത്തം കൂടാനാ കയറി വന്നെന്ന് പറഞ്ഞാ കയറ്റി ഇരുത്താണ്ടിരിക്കോ ഈ രാത്രിയില് മാപ്പിളാര്? ഇത് കണ്ടോ ഈ സ്വർണമാല? ആലിയോട് ചങ്ങാത്തം കൂടി ഇത് ഞാൻ അവന്റെ മുറിയിൽ ഒളിപ്പിച്ചു വെക്കും. എന്നിട്ട് അവനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. പോലീസ് വന്ന് അവനെ പിടിച്ചോണ്ട് പോയാ അവന്റെ വാപ്പ അവനെ ഇറക്കോ അതോ ഉരു ഇറക്കോ? ഒരു തമ്പി ബറാമി വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആഘോഷത്തിനൊരു കുറവുണ്ടാവരുത്. ആ, നിങ്ങളിവിടെ നിക്ക്, ഞാൻ ഇത് ഓളെ ഏൽപ്പിച്ചിട്ട് ഇപ്പൊ വരാം. ബീവിയേ, ബീവിയേ, ബീവിയേ. ആ, കലാസികൾക്കും ആശാരിമാർക്കും കൊടുക്കാനുള്ള തുക പെട്ടെന്നായതുകൊണ്ട് വേറെ മാർഗമൊന്നും കണ്ടില്ല. പ്രമാണം പണയപ്പെടുത്തി ഈ പെരുന്നാളിന് തന്നെ ആ ഉരു ഇറങ്ങിക്കാണാൻ പെരുത്ത് ആഗ്രഹിച്ചതാ ഞാൻ. നീ ഇത് അങ്ങോട്ട് കൊണ്ടുവയ്ക്ക്. ഉമ്മാ, എന്റെ റബ്ബേ, പെരുന്നാരാവൊക്കെ ആയിട്ട് ഇത് ആരാ വന്നിരിക്കണ്? സുന്ദരൻകുട്ടിയോ? അകത്തേക്ക് വരി, ഇങ്ങോട്ട് വരീന്ന്. വരാൻ
ചെല്ല്. ഉമ്മ, അലി എവിടെ? ഓൻ നേരത്തെ കിടന്നു. വാ. സ്കൂളിൽ നിന്ന് എന്റെ ഹീറോ പെന്ന് ഓനെടുത്ത് വേറെ കുട്ടിക്ക് കൊടുത്ത കേസ് ഓന്റെ ബാപ്പ അങ്ങാടിന്ന് അറിഞ്ഞപ്പോ തന്നെ ഇവിടെ ബദറായിരുന്നു. നെരി വെട്ടം തല്ല് കിട്ടി ബാപ്പാനോട്. അയിന്റെ ദേഷ്യത്തിലാവും അന്നത്തിന്റെ വെള്ളം പോലും കുടിക്കാതെ കിടന്നുറങ്ങി. മോനിരിക്ക്. ഇങ്ങനെ തല്ലും പിടിയും വഴക്കുമായിട്ട് നടക്കാതെ നല്ല ചങ്ങായിമാരായി കഴിഞ്ഞൂടെ ഇങ്ങക്ക്? മക്കൊക്കൊത്ത 2 ബാപ്പാരും. എന്തായാലും വിരുന്നുകാരനായി വന്നതല്ലേ, സുന്ദരൻകുട്ടി ഇരിക്ക്. ഉമ്മ കുറച്ച് ചക്കരക്കുലാവി എടുക്കട്ടെ ട്ടോ. ഓ, അതെ, ഇപ്പൊ പോയാ പറഞ്ഞത് പറ്റുമോ? മാറിക്കങ്ങട്. ഞങ്ങള് കലാസികൾക്ക് പണി തുടങ്ങാനുള്ള നേരായി. എന്നാ അങ്ങോട്ട് ഇറക്കാനുള്ള ഏർപ്പാട് ചെയ്യട്ടെ സാഹിബേ. സമാധാനിക്കന്റെ മൂപ്പ. ഇവർക്ക് കൊടുക്കാനുള്ള കൂലിപ്പണം കൊടുത്തിട്ട് ആ പതിവ് തെറ്റിക്കണ്ടല്ലോ. 10-14 മാസത്തെ ഇവരുടെയും കൂടി കഷ്ടപ്പാടല്ലേ. എന്നിട്ട് കടല് തൊട്ടാ മതി ഈ അഹമ്മദ് സാഹിബിന്റെ ഒരു. അത് നന്നായി. വല്ലിക്ക, അലമാരയിൽ വെച്ച പണപ്പെട്ടി കാണാനില്ല. കാണാനില്ലെന്നു? ഇത്താത്തയും ഞങ്ങളും പുരയിൽ മുഴുവൻ നോക്കി, കായോടെ കാണാനില്ല. പ്രഭുലാലവിനായ തമ്പുരാനെ ചതിച്ചോ? എന്റെ പടച്ചോനെ, കാണാതായ പൈസയിലേ കിടക്കണത്. ഇതെങ്ങനെ എന്റെ മുറി വന്ന്? ആ കായ് എങ്ങനെ എന്റെ മുറിയിൽ വന്നു? എനിക്കറിയൂല റബ്ബാണ്, എനിക്കറിയൂല. അനക്കറിയില്ല അല്ലേ? എന്നാ അന്നെ കൊണ്ട് പറയിപ്പിക്കും ഞാൻ. ചെയ്താനേ, എന്താ എന്താ നിങ്ങളീ കാണിക്കണത്? പത്തായപ്പുരയിൽ ഈ വെച്ച കായ് അന്റെ മോന്റെ മുറിയില്. നല്ല ഹിമാറ്. എന്റെ റബ്ബേ, ഞാൻ എന്താണ് ഈ കേൾക്കണത്? ഞാൻ ഉമ്മ, എനിക്കറിയൂല, ഞാൻ കണ്ടിട്ടില്ല. കക്കുമീശയിത്താൻ കണ്ടോരുടെ കുട്ടികളുടെ പെന്നും പെൻസിലും കെട്ടപ്പോ നന്നാവാൻ വേണ്ടി 4 എണ്ണം തല്ലിയതിന്റെ ദേഷ്യം തീർക്കാൻ ബാപ്പാന്റെ കായും കട്ടെടുത്ത് നാട് വിടുമെന്ന് എന്നോട് പറഞ്ഞതല്ലേ ഇവൻ? എന്നെ ഞാൻ കൊല്ലും. എഴുന്നേൽക്കണ ഹിമാറേ. പറമ്മ, അയ്യോ, അയ്യോ, എണീക്കണം. എനിക്ക് രണ്ടാലൊന്നും അറിയണം. ഞാൻ എടുത്തിട്ടില്ല, ഞാൻ എടുത്തിട്ടില്ല. മതി, നിങ്ങൾ ഇനി തല്ലല്ലേ അവൻ നിങ്ങളോടല്ലേ ഈ പറയുന്നത്? ഞാൻ കൊല്ലും.
വിടാനല്ലേ പറഞ്ഞേ? അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണ കൺമുമ്പ് കണ്ട കാര്യം അവനെടുത്തേ ഒച്ചത്തിൽ പറയടാ. ആ അലിയ കാശെടുത്തേ ഞാൻ കണ്ടതാ. ഇന്നലെ വീട്ടിൽ ചെന്നപ്പോ അവനെടുക്കുന്നത് ഞാൻ കണ്ടതാ. അലമാരയിൽ ഇരിക്കുന്ന പലപ്പറ്റി അവന്റെ അലമാര കൊണ്ടുവന്ന് വെക്കണത്. അവന്റെ വലതേ കൊണ്ട് അവനത് എടുത്തത്. കള്ളന്റെ തന്ത എങ്ങോട്ടെങ്കിലും ഓടി പോയിക്കോ എന്റെ കുട്ടിയെ. അങ്ങനെയാണെങ്കിൽ ആ അറാം പറഞ്ഞോന്റെ തല അറബിക്കടലിൽ പൊങ്ങണം. കൊല്ലും ഞാൻ. പോ, ഓടിക്കോ. ഓടി പോയിക്കോ. വേഗം വാടാ, വണ്ടിക്കകത്ത് കയറാ. വേഗം കേറാ അങ്ങോട്ട്. കേറടാ. വേണ്ട. മോനെ, വേണ്ട. എന്റെ ഈ വലത്തെ കൈ ഉണ്ടായാലും നായേ ഞാൻ എന്റെ പാപ്പാന്റെ പൈസ ഇട്ടത്. അങ്ങനെയാണെങ്കിൽ ഒരു ഓർമ്മക്ക് എന്റെ വലത്തെ കൈ അലി ഇങ്ങോട്ട് എടുക്ക. അലി, അൻവറലി ഈശ്വരന്മാരെ, എന്റെ മോൻ നോക്കിരിക്കണം. വലിയ കൊല്ലടായി നായിന്റെ മോനെ.